ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 44 എപ്പിസോഡിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ സംഭവിച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇന്ന് 2 വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര അതായത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുവെങ്കിലും കാണാനുള്ളൊരു ത്രില്ലോ ആകാംക്ഷയോ ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലൈവേ എടുത്ത് നോക്കിയിട്ടില്ല. ഇത്രയും വലിയ പ്രൊമോയും കാര്യങ്ങളെല്ലാം വന്നിട്ടും, അതായത് നമ്മുടെ പൂജ വാക്കൗട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടും ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന സെബിൻ ഉണ്ടായിട്ടും ഇത് എപ്പിസോഡിൻ്റെ ലൈവ് കാണാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലോട്ട് പോയി എത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ അകത്ത് കാണുന്ന എനിക്ക് മാത്രമല്ല, എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണെന്ന് തോന്നി. പുതിയ പവർ ടീം വരുന്നു, പുതിയ ക്യാപ്റ്റൻ, പുതിയ ടീമുകൾ ഡിവൈഡ് ചെയ്ത് സെറ്റാക്കുന്നു, എന്നിട്ടും കാണാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കണ്ടന്റ് അതിൻ്റെ അകത്തില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിലെ കണ്ടന്റുകളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഏത് ലെവലിലെ കണ്ടന്റുകളായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കണ്ടന്റ്. ലൈവിൽ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് ഇരുന്ന് നമ്മൾ ത്രില്ലടിച്ചിരുന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ശോകം. നാളെ ഒരു വൻ ടാസ്ക് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഇമ്പ്രഷൻ അങ്ങ് വരുന്നില്ല. കാണാനുള്ളൊരു ഇതങ്ങ് പോയി എന്ന് തന്നെ പറയണം. ഒട്ടും ഒരു സീസൺ 6 കാണാനുള്ളൊരു മൂഡേ പോയി. 2 എപ്പിസോഡ്, 2 സാറ്റർഡേ സൺഡേ എപ്പിസോഡ് വന്നതോടുകൂടി ആകെ മൊത്തം ഒരു ഡള്ളായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പൂജ വാക്കൗട്ട് ചെയ്തു, തിരിച്ചു വരില്ല എന്നുള്ള കാര്യം കൺഫേം ആയി. പിന്നെ സെബിൻ്റെ കാര്യം, സെബിൻ ഡോക്ടറെ കണ്ടിട്ട് പവർഫുള്ളായിട്ട് തിരിച്ചു വന്നിട്ട് ഇന്നത്തെ പ്രൊമോയിൽ കണ്ടപ്പോൾ പുള്ളി പിന്നെയും നാളെ പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. കണ്ണൊക്കെ കെട്ടി കൊണ്ടുപോകുന്നുണ്ട്. പുള്ളിയും വാക്കൗട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനിയുള്ള സിറ്റുവേഷൻ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഇന്നത്തെ എപ്പിസോഡിൽ രസമായിട്ട് എനിക്ക് തോന്നിയത് ജിൻഡോയുടെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു. തകർന്ന് തരിപ്പണമായിട്ടിരിക്കണ സിബിൻ്റെ അടുത്ത് പോയിട്ട് ജിൻഡോൻ്റെ വക ഒരു ഉപദേശം. അതിനും വലിയ മോട്ടിവേഷൻ എനിക്ക് കിട്ടാനില്ല. കാരണം പുള്ളി വന്നിട്ട് പറയണം, മണ്ടൻ എന്നുള്ള അവാർഡ് മുതൽ ഗ്യാസിനുള്ള മരുന്ന് വരെ തന്നു, എന്നിട്ട് ഞാനിവിടെ പുലി പോലെ നിൽക്കുന്നില്ലേ. പിന്നെ എന്താണ് ഇതൊക്കെ ഒരു വിഷയമാണോ? സത്യം പറഞ്ഞാൽ ഇതിനും വലിയ മോട്ടിവേഷൻ ഇനി ഇല്ല. അതിൽ കെട്ടിയിട്ട് സിബിന് ഇനി കയറി വരാൻ പറ്റിയില്ലെങ്കിൽ സിബിനെ ഇറങ്ങി പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഓരോ തവണ ഗബ്രി പവർ ടീമിൽ കയറുമ്പോഴും ഞാൻ പേഴ്സണലി പറയാറുണ്ടായിരുന്നു, ഇത് ഒരു വെറും ഭാഗ്യം കൊണ്ട് മാത്രം കയറുന്നൊരു കാര്യമാണ്. കാര്യം പുള്ളി കളിച്ച് കയറിയ പോലെ എനിക്ക് ഒരു തവണ പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ പുള്ളി അത് ഗബ്രിക്ക് വേണ്ടിയുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് കയറി. ഗബ്രിയെ കുറ്റം പറയാനുള്ളൊരു പഴുതുപോലും ബാക്കി വെക്കാത്ത രീതിയിൽ ഗബ്രി അത് അടിച്ചെടുത്ത് കയറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ പുതിയ പവർ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തരത്തിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള പവർ ടീം. അതിൻ്റെ കൂടെ ഗബ്രിക്ക് അവിടെ വോയിസ് ഇല്ലാത്ത സിറ്റുവേഷനാണ് ഇനി കാണാൻ പോകുന്നത്. കാരണം ബാക്കിയുള്ളവർ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുക ഗബ്രിയെ ഇനി അതിൻ്റെ അകത്ത് കൂടുതൽ സംസാരിപ്പിക്കരുതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂജ വാക്കൗട്ട് ചെയ്തിട്ട് ഗബ്രിക്ക് പകരം ജാസ്മിനെ അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ കളി മാറും. അതെന്തായാലും പുതിയൊരാളും കൂടി എന്തായാലും പവർ ടീമിൽ കയറണമല്ലോ. അപ്പോൾ അതാര് കയറുന്നതിനനുസരിച്ചിരിക്കും ഇനിയുള്ള എപ്പിസോഡുകൾ. പിന്നെ നോമിനേഷൻ്റെ കാര്യം പറയും. നോമിനേഷൻ്റെ കാര്യം വൻ കോമഡി. പവർ ടീമും ക്യാപ്റ്റനും ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ. എന്താ ഇവിടെ നടക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവിടെ എന്താ നടക്കുന്നത്. തകർത്ത് തരിപ്പുളകി തന്നെ പറയണം സീസൺ 6. ഇനി കയറി വരാനായിട്ട് ഭയങ്കര പാടാണ്. ഈ ഒരു അതായത് നല്ല രീതിയിൽ ലാഗ് അടിച്ചുകൊണ്ടിരുന്ന സീസൺ 6 വൈൽഡ് കാർഡുകൾ കയറി വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈപ്പിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 കാണണ്ട, നിർത്തുകയാണ്, ബോറാണെന്ന് പറഞ്ഞ് പോയവർ വരെ തിരിച്ച് കണ്ടു തുടങ്ങിയൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഉള്ള ആളുകളും കൂടി പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബിഗ് ബോസ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. കാരണം നല്ല രീതിയിലുള്ള കണ്ടന്റ് അല്ലേ ശരിക്കും. എല്ലാത്തിൻ്റെ അവസാനം നമുക്ക് വേണ്ട നല്ല കണ്ടന്റുകൾ, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ബിഗ് ബോസ് കളിച്ച് എനിക്ക് തോന്നുന്നു കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ശരിയാണ്, പ്രൊവോക്ക് ചെയ്യും, മൈൻഡ് ഗെയിം കളിക്കും, പലരെയും അടിച്ചിരുത്താനൊക്കെ ഉള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ എല്ലാ സീസണിലും കാണാറുണ്ട്. പക്ഷേ ഇത്തവണ ഇത്തിരി കൂടിപ്പോയോ എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെയും ഗബ്രീനെയും അങ്ങേറ്റം തകർത്ത് തരിപ്പ് നോക്കി കളഞ്ഞായിരുന്നു. അവരൊരു തരത്തിൽ അഫക്റ്റ് ചെയ്യാണ്ട് അവർ തിരിച്ച് കയറുന്നത്. പക്ഷേ ഇത്തവണ നേരെ തിരിച്ചാണ്. എനിക്ക് സെബിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ജാസ്മിനെയും ഗബ്രിയെയൊക്കെ കുറ്റം പറഞ്ഞു നടന്ന ആളിത്തവണ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പുള്ളിയുടെ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് റിയൽ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പവർ ടീം ക്യാപ്റ്റൻ സെലക്ട് ചെയ്ത ആ ഒരു ടീം, ജാസ്മിൻ, സിബിൻ, ജിൻഡോ, അൻസിബ്, ഇവരെല്ലാവരും കൂടെ ഉള്ള ഒരു ടീം, ആ ഒരു ടീം നിന്ന് കളിക്കുകയാണെങ്കിൽ വേറെ ലെവലിൽ കളി കളിക്കാൻ പറ്റിയൊരു ടീമാണ് അവിടെ സെറ്റായിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ശ്രീധുവിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ശ്രീധു ക്യാപ്റ്റനായിട്ട് കയറി വന്നിട്ട് പട്ടപ്പെട്ടോ എല്ലാം അത് ഇത്രയും ദിവസം 44 ദിവസം മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ പോലെയാണ്. കയറി വന്ന് നിന്ന് പട്ടപ്പെട്ട ടീം ഡിവൈഡ് ചെയ്യുന്നു, അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, എല്ലാം പട്ടപ്പെട്ട ഒരു ആലോചിക്കുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് ഡിസ്കസ് ചെയ്യുന്ന പോലെ ഒന്നുമില്ല. പറയണം നിങ്ങളവിടെ ഓക്കെ. അപ്പോൾ ശ്രീധുവിനെ ഇതുവരെ നമ്മൾ അതായത് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തോന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു.
എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നാളത്തെ പ്രൊമോ തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ലാത്തതാണ് പ്രൊമോയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നാളത്തെ ടാസ്കിനെ പറ്റി അടിപൊളി ടാസ്ക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് സീസൺ 5 നമ്മൾ കണ്ടായിരുന്നു. അതായത് കൂട്ടത്തല്ല് നടക്കുന്ന ടൈപ്പ് ടാസ്കുകൾ ഉണ്ടായിരുന്നു. അത് ആ ഒരു കാറ്റഗറിയിൽ വെക്കാൻ പറ്റിയൊരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് എന്തായാലും മനസ്സിലായി. ജിൻഡോ തൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് കളിക്കുന്ന ജിൻഡോനെ ലോക്ക് ചെയ്യുന്ന അഭിഷേകിനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നാളെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് നമുക്ക് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ അത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഇരിക്കാം. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി സംസാരിക്കും. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി ഒന്നും പറയാനില്ല, ശോകമാണ്, എന്താണെന്നില്ല, പറ്റുന്നില്ല. ശരി, അപ്പോൾ ബൈ.